ഏറെ നാളുകളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ അത്ര ഒരു ലോങ് ജേർണി ഒന്നല്ല. ഇവിടെ അടുത്ത് തന്നെ എൻ്റെ കസിൻസിൻ്റെ കൂടെ ഒരു സ്റ്റേക്കേഷന് പോയതാണ്. ഇങ്ങനെ ഒരു സ്റ്റേക്കേഷൻ നമ്മൾ വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിട്ട് നടക്കലില്ല. അപ്പോൾ ഇത്തവണയും ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ തരണം ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവള് ഈ ഒരു സ്റ്റേക്കേഷന് വേണ്ടി മാത്രമായിട്ട് ചെന്നൈയിൽ നിന്ന് വന്നതാണ് കേട്ടോ. ചെന്നൈയിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായോ ഞാനെന്താ ക്യാപ്ഷൻ കോലോത്തെ തമ്പ്രാട്ടികൾ എന്ന് കൊടുത്തത്? ഈ ഒരു ഇല്ലം കണ്ടപ്പോൾ അതൊക്കെയാണ് ഓർമ്മ വന്നത്. അപ്പം ഞാൻ വെറുതെ അങ്ങനെ കൊടുത്തതാണ്. ഞങ്ങളാണ് ഈ ഒരു ഇല്ലത്തെ തമ്പ്രാട്ടികൾ. അപ്പോൾ ഈ ഒരു മലയിലെ റൂമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പുറത്ത് വേറെയും റൂംസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വേറെ ചെയ്തിട്ടുള്ള കുർത്തി സെറ്റ് അനോക്കിൻ്റെ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ എത്തിയതും ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പുറത്ത് മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ കുറച്ചിരിക്കാൻ നല്ല രസമാണല്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചും കൊണ്ടേ അവിടെ റൂമിലേ ഇരിക്കുകയായിരുന്നു കേട്ടോ. പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പം ഞങ്ങൾ ഇത്ര പേര് മാത്രമല്ല കേട്ടോ, ഒരുപാട് കസിൻസ് വേറെ ഉണ്ട്. അവരൊക്കെ ഗൾഫിലൊക്കെ ആയിട്ടാണുള്ളത്, നാട്ടിലില്ല. രാത്രി ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇതിൻ്റെ പുറത്തൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങണത്. ഞങ്ങൾ ഒരു ദിവസത്തെ സ്റ്റേക്കേഷനാണ് കേട്ടോ വന്നത്. പക്ഷെ അതൊന്നും മതിയാവാത്ത രീതിയിലാണ് ഞങ്ങളുടെ സംസാരം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ചെറുപ്പം മുതലേ കുറേ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ഒരുമിച്ച് വളർന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഇതാ സാരീസ് എല്ലാവരും എടുത്തിട്ട് ഒരു വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ നല്ലോണം ലേറ്റായി. ചെക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ പുറത്ത് മഴ ആയതുകൊണ്ട് തന്നെ നമുക്കധികം പുറത്തിറങ്ങിയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാനും വയ്യ. ഞാൻ എടുത്തിട്ടുള്ള സാരി അനോക്കിൻ്റെ സാരിയാണ് കേട്ടോ. ആസ് യൂഷ്വൽ നമ്മൾ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണല്ലോ വരിക. ഞങ്ങളും അതുപോലെ പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയിട്ടുള്ള കുറേ റീൽസും കാര്യങ്ങളും ഇപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിൽ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ അവസാനമായിട്ട് അവിടുന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കൂടെ എടുത്ത് നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. നിങ്ങളുടെ ഒരുപാട് പേരുണ്ടാവൂലേ ഇതുപോലെ കസിൻസിൻ്റെ ഗ്രൂപ്പിൽ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോണത്. എന്തായാലും ഞങ്ങളുടെ ഒരു സ്റ്റേക്കേഷനെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ സന്തോഷത്തിൽ ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ.